3 മാസം കഴിഞ്ഞും 2 മാസം കഴിഞ്ഞും വിവാഹ തർക്ക കോടതിയിലേക്ക് വരുന്ന ഇഷ്ടം പോലെ ആണിനെയും പെണ്ണിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ കാരണം? ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ഈ ആണും പെണ്ണും വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോയത്. എന്നാൽ ഇസ്ലാമിൻ്റെ ഒരു ഫിലോസഫി അനുസരിച്ച് എങ്ങനെയാണ് ഒരു വിവാഹ ജീവിതത്തെ കൊണ്ടു നടക്കാനുള്ള ഒരവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ. എത്രയോ വ്യത്യാസമുള്ള ആണും പെണ്ണും അല്ലേ? ഒരു ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ ജനിച്ച ആണ്, വേറൊരുമ്മാൻ്റെ ഗർഭപാത്രത്തിൽ ജനിച്ച പെണ്ണ്. തലച്ചോറിൻ്റെ നാഡീകോശങ്ങളുടെ വളർച്ചയിലും ജീനിലും ഒരുപടി വ്യത്യാസമുള്ള ഈ ആണും പെണ്ണും തമ്മിൽ എത്ര കാലം നിലനിന്ന് പോകണം? ഇന്നലെ എൻ്റെ മുമ്പിലേക്ക് വന്ന ഒരു ആയുർവേദ ഡോക്ടർ വിവാഹത്തെക്കുറിച്ചുള്ള ചില പ്രശ്നങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നു. ആ കുട്ടിക്ക് 26 വയസ്സായി. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർക്ക് 26 വയസ്സായി, ഇനിയും ജീവിച്ചതിൻ്റെ 2 ഇരട്ടിയിലേറെ നിങ്ങൾ ജീവിക്കേണ്ട വിവാഹ ജീവിതത്തെ നിങ്ങൾ സീരിയസ് ആയിട്ട് കാണണം. വിവാഹം എന്ന് പറഞ്ഞൊരു തമാശ കളിയല്ല. ഇസ്ലാമിലെ നിക്കാഹ് വളരെ ലളിതമാണ്. അൻകഹ സവ്വജ എന്ന് പറയുന്ന 2 പദങ്ങൾ ചേർത്ത് വെക്കുമ്പം അതിന് 2 സാക്ഷികളുണ്ടെങ്കിലാണ് നമുക്കൊരു വിവാഹമായി. വളരെ ലളിതമാണ്, എന്നാൽ പ്രൗഢമാണ്. എന്നാൽ ഏതോ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ പിറന്ന ആണും അതുപോലെയുള്ളൊരു പെണ്ണും വിവാഹ ജീവിതത്തിൽ സന്തോഷകരമായൊരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ എങ്ങനെയാണ് സാധിക്കുക? അത്ര എളുപ്പമല്ല. ഞാനൊരു തമാശ പറയാം. ഈ വിവാഹ പരിശീലന ക്ലാസ് എടുക്കാൻ വേണ്ടി വന്ന ഒരു പരിശീലകൻ, ഇതുപോലത്തെ അല്ല, ആണുങ്ങളും പെണ്ണുങ്ങളും ഭാര്യയും ഭർത്താവും മാത്രം ഇരിക്കുന്ന ചില പരിശീലനങ്ങളുണ്ട്. ഇപ്പം ചില മഹല്ലുകൾ അൽഹംദുലില്ലാ 2 തരം പരിപാടികൾ ചില മഹല്ലുകൾ ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തുന്നുണ്ട്. അതിലൊന്ന് കല്യാണം കഴിയാൻ പോകുന്ന ആണ് 23 വയസ്സ്, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് 18 വയസ്സ്. അവർക്ക് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് പ്രോഗ്രാം എന്ന ഒരു പരിപാടി, അത് മഹല്ല് ഫെഡറേഷൻ വളരെ കൃത്യമായി നടപ്പിൽ വരുത്തുന്ന ഒരു പദ്ധതിയാണ്.